കവിയൂർ പൊന്നമ്മ മലയാള സിനിമയുടെ മലയാളികളുടെ അമ്മ വിട പറഞ്ഞു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് 79കാരിയായ കവിയൂർ പൊന്നമ്മ അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത് വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിലായിരുന്നു പൊന്നമ്മയുടെ ജനനം. പൊൻകുന്നത്താണ് കുട്ടിക്കാലത്ത് ജീവിച്ചത്. പിന്നീട് സംഗീത പഠനത്തിനായി ചങ്ങനാശ്ശേരിയിലെത്തി. LPR വർമ്മയുടെ കീഴിൽ സംഗീത പഠനത്തിനായാണ് ചങ്ങനാശ്ശേരിയിലെത്തിയത്. വെച്ചൂർ S. ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. 14-ാം വയസ്സിൽ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്തേക്കുള്ള അരങ്ങേറ്റം. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തി. അഭിനയത്തിൽ തോപ്പിൽ ഭാസിയെയാണ് പൊന്നമ്മ തൻ്റെ ഗുരുവായി കാണുന്നത്. മകൾ ബിന്ദു വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലാണ്. 1962-ൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് 4 തവണ നേടി. 1971, 1972, 1973, 1994 വർഷങ്ങളിലാണ് പുരസ്കാരം നേടിയത്. തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ അംബികെ ജഗദംബികെ എന്ന ഗാനം ആലപിച്ചത് പൊന്നമ്മയാണ്. പൂക്കാര പൂതരുമോ, വെള്ളിലം കാട്ടിലൊളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടകഗാനങ്ങളും കവിയൂർ പൊന്നമ്മ ആലപിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ 65 വർഷം പൂർത്തിയാക്കിയ കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. അഭിനയ ലോകത്ത് മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത നടിയാണ് കവിയൂർ പൊന്നമ്മ. 1921-ൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ. മലയാള സിനിമയുടെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ എന്നും സിനിമാ പ്രേക്ഷകർ കാണുന്നത്. നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖവുമാണ് കവിയൂർ പൊന്നമ്മ ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിറയുന്നത്. മോഹൻലാലിൻ്റെ അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സത്യൻ മുതൽ യുവതാരങ്ങളുടെ വരെ അമ്മയായി കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ അമ്മയ്ക്ക് കണ്ണീർ പ്രണാമം.